എൻ്റെ ആദർശത്തെ തീർച്ചയായും കുറച്ചു വാക്കുകളിൽ സംഗ്രഹിക്കാം. അതായത്, മനുഷ്യവർഗത്തോട് അവരുടെ ദിവ്യത്വത്തെയും അതെങ്ങനെ ഓരോ ജീവിതചേഷ്ടയിലും വെളിപ്പെടുത്താമെന്നുള്ളതും പഠിപ്പിക്കുക. ഓരോ ജീവനിലും ദിവ്യത്വമെന്നത് അന്തർലീനമായ ദിവ്യ സ്വഭാവമാണ്. ഈ അന്തർലീനമായ ദിവ്യത്വത്തെ പ്രകാശിപ്പിക്കുന്നതാകുന്നു ലക്ഷ്യം. ബാഹ്യവും ആഭ്യന്തരവുമായ പ്രകൃതിയെ നിയന്ത്രിക്കുന്നതു മാർഗവുമാകുന്നു. ഇത് കർമ്മ, ഭക്തി, യോഗ, ജ്ഞാനങ്ങളിൽ ഒന്നോ ഒന്നിലധികമോ എല്ലാമോ വഴിയായി ചെയ്യുക, സ്വതന്ത്രനാകുക. ഇതത്രേ മതസർവസ്വം. ശാസ്ത്രസിദ്ധാന്തങ്ങളോ ആഗമവാക്യങ്ങളോ പൂജാവിധികളോ ഗ്രന്ഥങ്ങളോ ക്ഷേത്രങ്ങളോ പ്രതീകങ്ങളോ എല്ലാം ഉപാംഗങ്ങൾ മാത്രമാണ്. മനുഷ്യപ്രകൃതിയിൽ ശക്തിയുടെയോ നന്മയുടെയോ പ്രഭാവത്തിൻ്റെയോ രൂപത്തിലുള്ളതെല്ലാം ആ ഈശ്വരതത്വത്തിൽ നിന്ന് വന്നതാണ്. പലരിലും അതു അവികസിതമായിരിക്കുന്നേ ഉള്ളുവെങ്കിലും മനുഷ്യനും തമ്മിൽ സാരാംശത്തിൽ വ്യത്യാസമില്ല. എല്ലാവരിലും ഒരുപോലെ ഈശ്വരാംശം കുടികൊള്ളുന്നു. നിങ്ങൾക്കെന്തും ഏതും ചെയ്യാൻ കഴിവുണ്ട്, അത് വിശ്വസിക്കുക. ദുർബലരാണ് ഞങ്ങൾ എന്ന് കരുതരുത്. എഴുന്നേറ്റുനിന്ന് നിങ്ങളിലുള്ള ദിവ്യതയെ ആവിഷ്കരിക്കുക. സർവശക്തന്റെ സന്താനങ്ങളാണ് നാം. പരിമിതിയറ്റ ദിവ്യമായ അഗ്നിയിൽ നിന്നുണ്ടായ സ്ഫുലിംഗങ്ങളാണ് നാം. നാം എങ്ങനെ വെറും ശൂന്യമാകും? എല്ലാം നാമാണ്. എന്തു ചെയ്യാനും നാം ഒരുക്കമാണ്. എല്ലാം ചെയ്യാൻ നമുക്ക് കഴിയും. എല്ലാം തന്നെ മനുഷ്യൻ ചെയ്യണം. നമ്മുടെ ശക്തിയും ആനന്ദവും ജ്ഞാനവും അപരിമിതത്തിലേക്ക് വളർന്നേ തീരൂ. അനന്തശക്തിയും അനന്തസത്തയും അനന്താനന്ദവും നമ്മുടേത്. നാം അവയെ സമ്പാദിക്കേണ്ടതില്ല. എപ്പോഴും അവ നമുക്കുള്ളതാണ്. നാം അവയെ പ്രകാശിപ്പിക്കുകയേ വേണ്ടൂ. നിങ്ങളിലുള്ള ദിവ്യത തെളിയിക്കുക. അതിനു ചുറ്റും എല്ലാം പൊരുത്തപ്പെട്ടു നിരന്നുകൊള്ളും. അനന്തപൂർണത എല്ലാ മനുഷ്യനിലുമുണ്ട്, അപ്രകാശിതമാണെങ്കിലും. സംസിദ്ധതയോ ഋഷിപദമോ ഭൗതികമായ കണ്ടുപിടുത്തങ്ങൾക്ക് പേരുകേട്ട ഒരു ധീരന്റെ മഹത്വമോ പ്രാപിക്കാനുള്ള കഴിവ് ഓരോ മനുഷ്യനിലുമുണ്ട്. മനുഷ്യന് തന്നിൽ തന്നെ അനന്തശക്തിയുണ്ട്. അതവന് സാക്ഷാത്കരിക്കുകയും ചെയ്യാം. താൻ സ്വയം ഒരേ ഒരു അനന്താത്മാവാണെന്ന് അയാൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. അത് ചെയ്യാൻ കഴിയും, പക്ഷേ അവനത് വിശ്വസിക്കുന്നില്ല. സ്വയം ദീനനും ഹീനനുമാണെന്ന വിചാരം പാപവും അജ്ഞാനവുമാണെന്ന് ഞാൻ പറയുന്നു. അനന്തമായ ജ്ഞാനം അതിൻ്റെ മുഴുവൻ അളവിൽ എല്ലാവരിലും കുടികൊള്ളുന്നു. നിങ്ങൾക്ക് മറിച്ചു തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ പരമാർത്ഥത്തിൽ അജ്ഞാനികളല്ല. ഇതു കേട്ട് നിങ്ങളിപ്പോൾ ചിരിച്ചേക്കാം. എന്നാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്ന ഒരു കാലം വരും, വന്നേ മതിയാവൂ. അത് ബോധ്യപ്പെടാതെ ആരും അവശേഷിക്കില്ല. ഈ ആത്മാവ് സർവഭൂതങ്ങളിലും സമാനമാണ്. ഓരോ ജീവിയിലും അതിൻ്റെ വികാസത്തിന് തരതമമുണ്ടെന്നു മാത്രം. ഈ ആത്മവസ്തുവിനെ പ്രകാശിപ്പിക്കാൻ പ്രയത്നിക്കൂ. അപ്പോൾ കാണാം ബുദ്ധി സർവ്വവിഷയങ്ങളിലും പ്രവേശിക്കുന്നത്. ആത്മദർശനം സാധിച്ചാൽ ശാസ്ത്രവും ദർശനവുമെല്ലാം സ്വായത്തമാകും. ഉണരുക, ഉണരുക, ഇനി ഉറങ്ങരുത്. സകല തരത്തിലുള്ള അഭാവങ്ങളും ദുഃഖങ്ങളും നീക്കം ചെയ്യാൻ വേണ്ട ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്നുണ്ട്. ഈ തത്വം വിശ്വസിക്കുക. എന്നാൽ ആ ശക്തി ഉണർന്നുയരും. മനുഷ്യൻ സ്വയം ആത്മാവിന്റെ മഹത്വത്തിന്മേൽ നിൽക്കുന്നു. അപരിമിതവും ശാശ്വതവും അമരവുമായ ആത്മാവിന്റെ മഹത്വത്തിന്മേൽ. ഈ ആത്മാവിനെ ഒരു തരത്തിലും നശിപ്പിക്കാനാവില്ല. അപരിമിതവും അജവും അമർത്യവുമത്രേ അത്. അതിന് ആദിയും അന്തവുമില്ല. അതിന്റെ പെരുമയുടെ മുമ്പിൽ ആകാശം ശൂന്യതയിൽ അലിഞ്ഞുപോകുന്നു. കാലം അഭാവത്തിൽ ആണ്ടുപോകുന്നു. മഹനീയമായ ഈ ആത്മാവിൽ നാം വിശ്വസിക്കണം. അവിടെ നിന്നും ശക്തിയുണ്ടാകും. ആത്മാവിന്റെ അനന്തമായ ഈ ശക്തി ജഡത്തിന്മേൽ വ്യാപരിക്കുമ്പോൾ ഭൗതിക വികാസമുണ്ടാകുന്നു. ചിന്തയുടെ മേൽ വ്യാപരിക്കുമ്പോൾ ബുദ്ധിവികാസമുണ്ടാകുന്നു. അതിന്റെ മേൽ തന്നെ വ്യാപരിക്കുമ്പോൾ അത് മനുഷ്യനെ ഈശ്വരനാക്കുന്നു. അതുകൊണ്ട് തന്നിൽ തന്നെ വിശ്വസിക്കുക. ഭൗതികമായ വിത്തമാണ് വേണ്ടതെങ്കിൽ അത് ആത്മവികാസം പ്രായോഗികമാക്കുക. വിത്തം വന്നു ചേർന്നുകൊള്ളും. ബുദ്ധിപരതയാണ് വേണ്ടതെങ്കിൽ അത് ബുദ്ധിയുടെ തരത്തിൽ പ്രായോഗികമാക്കണം. നിങ്ങളപ്പോൾ ബുദ്ധിമാന്മാരാകും. നിങ്ങൾ സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ആത്മീയ തലത്തിൽ പ്രായോഗികമാക്കണം. അപ്പോൾ നിങ്ങൾക്ക് മുക്തരാകാം. നിർവ്വാണത്തിൽ
നിത്യാനന്ദത്തിൽ ചെന്നെത്താം. അനന്തമായ ശക്തി മനുഷ്യാത്മാവിലുണ്ട്. അത് മനുഷ്യൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി, അത് പ്രകാശിക്കാൻ അതിനെക്കുറിച്ച് ബോധമുണ്ടോ എന്ന ചോദ്യമേ ഉള്ളൂ. തന്റെ അപാരമായ ബുദ്ധിയെയും ശക്തിയെയും കുറിച്ച് ബോധവാനായി ഈ മഹാഗംഭീരൻ തന്റെ കാലിൽ എഴുന്നേറ്റ് നിൽക്കും. ലോകത്തിൽ മുഴുവൻ ഇപ്രകാരം കാഹളധ്വനി മുഴക്കുക: നിന്നിൽ പാപമില്ല, നിന്നിൽ ദുഃഖമില്ല, നീ സർവശക്തികളുടെയും സംഭരണ കേന്ദ്രമാണ്. ഉത്തിഷ്ഠത, ജാഗ്രത, തന്നിലുള്ള ദിവ്യത്വം പ്രകാശിപ്പിക്കുക. അനന്തമായ പരിപൂർണതയുടെ ബീജം എല്ലാവരിലുമുണ്ട്. നമ്മൾ ശുഭാപ്തി വിശ്വാസത്തെ പരിപോഷിപ്പിക്കുകയും എല്ലാറ്റിലുമുള്ള നന്മയെ കാണുവാൻ ശ്രമിക്കുകയും വേണം. നമ്മുടെ മാനസികവും ശാരീരികവുമായ അപൂർണതയെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ട് ഒന്നും നേടാനില്ല. പ്രതികൂല സാഹചര്യങ്ങളെ കീഴടക്കുവാനുള്ള ധീരപ്രയത്നങ്ങളാണ് നമ്മുടെ പ്രസരിപ്പ് വർദ്ധിപ്പിക്കുന്നത്. ഓരോ മനുഷ്യജീവിയിലും ഈശ്വരത്വമുണ്ടെന്നുള്ള പരമാർത്ഥബോധം കാലം നീങ്ങുംതോറും ഇന്നിലധികമധികം ദൃഢമായി വരികയാണ്. എത്ര വഷളരായാലും ഒരൊറ്റ പുരുഷനിലും സ്ത്രീയിലും ഈശ്വരത്വം നശിക്കുന്നതല്ല. നിങ്ങളാരാണെന്ന്, നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവമെന്താണെന്ന് നിങ്ങളറിയണം. നിങ്ങളുടെ ഉള്ളിലുള്ള അനന്തശക്തിയെക്കുറിച്ച് നിങ്ങൾ ബോധവാനാകണം. അപ്പോൾ നിങ്ങളുടെ ബന്ധനങ്ങളെല്ലാം അറ്റുപോകും. നിങ്ങൾ അനന്തശക്തിയാർന്ന ആത്മാവാണെന്ന് ഭാവന ചെയ്യുക. അപ്പോഴറിയാം എത്രത്തോളം ശക്തി നിങ്ങളിലുണ്ടെന്ന്. ജ്ഞാനമാണ് ശക്തി എന്ന് പഴമൊഴി പറയുന്നു. അറിവിലൂടെയാണ് ശക്തി പകരുന്നത്. അനന്തശക്തിയുടെ ഉറവിടമാണ് മനുഷ്യനെന്നത് അവൻ അറിയണം. വാസ്തവത്തിൽ മനുഷ്യൻ സ്വഭാവേന സർവജ്ഞനും സർവശക്തനുമാണെന്ന് അവൻ അറിയണം. എത്ര കണ്ടറിയുന്നുവോ അത്ര കണ്ട് അവനിൽ ആത്മജ്ഞാനം വെളിവാകുന്നു. അവൻ ബന്ധനമറ്റ സ്വതന്ത്രനാകുന്നു. ആത്മാവിനെ സംബന്ധിച്ച് ജനനമരണാദി പ്രസംഗം അസംബന്ധമാണ്. അതിന് ജനനവുമില്ല, മരണവുമില്ല. മൃത്യുഭയാദികൾ വെറും മിഥ്യാഭ്രമം. നമുക്കിതിന് കഴിവുണ്ട്, അതിന് കഴിവില്ല ഇത്യാദി ഭാവനകളും അബദ്ധം. സർവശക്തികളും ആത്മാവിലുണ്ട്. ആത്മമഹിമയിൽ വിശ്വസിക്കാത്തവനെ വേദാന്തം നിരീശ്വരവാദി എന്ന് പറയുന്നു. തീർച്ചയായും പലർക്കും ഇതൊരു ഭയാനകമായ ആശയമാണ്. നമ്മളിൽ പലരും ഈ ആശയത്തെ അഗ്രാഹ്യമെന്ന് കരുതുന്നു. എന്നാൽ ഇതെല്ലാവരാലും സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് വേദാന്തം ഉറപ്പിച്ചു പറയുന്നു. ഈ ആത്മവസ്തുവിനെ സംബന്ധിച്ച് സദാ കീർത്തിക്കുക, കേൾക്കുക, വിചാരം ചെയ്യുക. ഈ രൂപത്തിൽ സാധന ചെയ്ത് കാലക്രമത്തിൽ കാണാം നിങ്ങളുടെ ഉള്ളിലും സിംഹം, ബ്രഹ്മം ഉണർന്നു വരുന്നത്. അകത്ത് ആത്മാവ് സർവഥാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് തിരിയാതെ ആളുകൾ ഈ വിചിത്ര മാംസാസ്ഥി പഞ്ചരമാകുന്ന ജഡശരീരത്തിൽ കണ്ണുറപ്പിച്ച് ഞാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് സകല ദൗർബല്യത്തിനും കാരണം. പഞ്ചമഹാഭൂതത്തിന് ശക്തിയുണ്ടെങ്കിൽ വിചാരത്തിന് സർവശക്തിയുമുണ്ട്. ഈ ആശയം നിങ്ങളുടെ സർവശക്തിത്വം, മഹത്വം, വിഭുത്വം, ഈ ഭാവന ജീവിതത്തിൽ കലർത്തണം. ഈ വേദാന്ത സങ്കല്പങ്ങൾ പുറത്തുവരണം. അല്ലാതെ വനത്തിലും ഗുഹയിലും അമർന്നാൽ പോരാ. പുറത്തുവന്ന് ബാറിലും ബെഞ്ചിലും പ്രസംഗവേദിയിലും പ്രവർത്തിക്കണം. പാവപ്പെട്ടവന്റെ കുടിലിൽ പ്രവർത്തിക്കണം. മീൻ പിടിക്കുന്ന മുക്കുവന്റെ കുടയും പ്രവർത്തിക്കണം. പഠിക്കുന്ന വിദ്യാർത്ഥിയോടൊപ്പം പ്രവർത്തിക്കണം. മുക്കുവൻ താൻ ചൈതന്യമാണെന്ന് കരുതിയാൽ അവൻ മെച്ചപ്പെട്ട മുക്കുവനാകും. വിദ്യാർത്ഥി താൻ ചൈതന്യമാണെന്ന് കരുതിയാൽ അവൻ മെച്ചപ്പെട്ട വിദ്യാർത്ഥിയാകും. വക്കീൽ താൻ ചൈതന്യമാണെന്ന് കരുതിയാൽ അവൻ മെച്ചപ്പെട്ട വക്കീലാകും. ഇതുപോലെ ഏതു മേഖലയുള്ളവരും വളരെ മെച്ചപ്പെട്ടവരാകും.